നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് ഏറ്റവും മികച്ച രൂപത്തിൽ ഒരുങ്ങി പോകണം, അതാണ് കാർലോ അഞ്ചലോട്ടിയുടെ പ്ലാന്. അതുകൊണ്ട് തന്നെ ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ സൗഹൃദ മത്സരങ്ങളൊക്കെ നോക്കുക, കരുത്തരോടാണ് അവർ കളിക്കാൻ ശ്രമിക്കുന്നത്. മാർച്ചിൽ ഫ്രാൻസുമായിട്ടും അതുപോലെ ക്രൊയേഷ്യയുമായിട്ടും അവർ ഏറ്റുമുട്ടാൻ ഇരിക്കുന്നു. അക്കാര്യത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ഫ്രഞ്ച് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബ്രസീലിയൻ മാധ്യമങ്ങളുമൊക്കെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള സന്നാഹ മത്സരങ്ങളാണ്. 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാൻ ബ്രസീൽ പ്ലാൻ ഇടുന്നു വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ്. അതിലൊന്ന് മാറക്കാനയിലാവണം എന്നുള്ളത് ആഞ്ചലോട്ടിയുടെ ആഗ്രഹമാണ്. അതായത് മാറക്കാനയിൽ കളിച്ച് ആരാധകരോട് വിടയൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞിട്ട് വേൾഡ് കപ്പിന് ടീം പോകണം. അതുകൂടാതെ US അവരുടെ വെന്യൂ എവിടെയാണോ ഫസ്റ്റ് മാച്ച് വരുന്നത് അവിടെ അവർ ഒരു സന്നാഹ മത്സരം കൂടി കളിക്കാൻ ആഗ്രഹിക്കുന്നു. അതിപ്പോൾ പുറത്തു വരുന്ന വിവരപ്രകാരം നോർവേക്കെതിരെ കളിക്കാനാണ് ബ്രസീൽ പ്ലാൻ ചെയ്യുന്നത്. ഒരു സീരീസ് ഓഫ് മാച്ചസ് മികച്ച ടീമുകളോട് കളിക്കുക, അങ്ങനെ ടീമിൻ്റെ കോമ്പറ്റിറ്റീവ്നെസ് വർദ്ധിപ്പിക്കുക, അതാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുക, ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് CBF is working to schedule 2 friendlies right on the eve of the World Cup in June. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പായിട്ട് 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിപ്പിക്കാൻ CBF വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ വൺ ഓഫ് ദി ഫ്രണ്ട്ലീസ് ഷുഡ് ബി ഇൻ ബ്രസീൽ. ഒരു കളി ബ്രസീലിലായിരിക്കും. ആൻഡ് രണ്ടാമത്തെ മത്സരം വേൾഡ് കപ്പിൻ്റെ ഹോസ്റ്റ് വെന്യൂവിലായിരിക്കും. അതിൽ വൺ ഓഫ് ദി ഓപ്പണൻസ് ഓൺ ദി ടേബിൾ ഫോർ മാച്ച് അബ്രോഡ് ഈസ് ഏർലിംഗ് ഹാലൻഡ്സ് നോർവേ. ഏർലിംഗ് ഹാലൻഡിൻ്റെ നോർവേയാണ് ഈ മാച്ചിൽ ഓപ്പണൻ്റായിട്ട് പരിഗണിക്കുന്ന ടീമുകളിൽ ഒന്ന്. അങ്ങനെയെങ്കിൽ അത് വലിയൊരു പോരാട്ടമായിരിക്കും, നേരത്തിൽ തർക്കമില്ല. ഹാലൻഡിനെ പോലുള്ളൊരു ഗോൾ മെഷീനെ എങ്ങനെ തടഞ്ഞു നിർത്തും ബ്രസീലിൻ്റെ ഡിഫൻസും ഗോൾ കീപ്പറുമൊക്കെ എന്നുള്ളത് പരീക്ഷിച്ചറിയാൻ കൂടി പറ്റിയൊരു സമയമായിരിക്കും. ഹാലൻഡാണെങ്കിൽ ഇപ്പോൾ പൊളിച്ചടിക്ക് മുന്നോട്ട് പോവുകയാണ്. അവൻ്റെ ടീം വേൾഡ് കപ്പിൻ്റെ യോഗ്യതയുടെ തൊട്ടരികിലുമാണ്. ഇറ്റലിക്കെതിരെയാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അവസാന മത്സരം. ഇപ്പോൾ നോക്കുക, ഏർലിംഗ് ഹാലൻഡ് 30 ഗോളുകളായിരിക്കുന്നു ഈ സീസണിൽ. എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് ക്ലബിനും രാജ്യത്തിനുമായിട്ട് 30 ഗോളുകളായിരിക്കുന്നു. നോർവേക്ക് വേണ്ടിയോ വെറും 47 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 53 അന്താരാഷ്ട്ര ഗോളുകളുമായിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് എത്താം.